ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും ക്രിപ്റ്റോയുടെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു, നമ്മൾ ഇന്നലെ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിരുന്നോ? നമ്മൾ ഇന്നലെ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് നടത്തിയിരുന്നു. മാർക്കറ്റ് ആ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം താഴത്തേക്ക് വീഴും എന്ന് നമ്മളോട് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. നമുക്കതൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇന്നലെ ഈ മാർക്കറ്റ് ഈ ഒരു റേഞ്ചാണ് നോക്കിയിരുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ആവും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, എക്സാക്റ്റ് ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഫോളോ ആയി. മാർക്കറ്റ് ഏകദേശം ഒരു 3600 പോയിന്റ് മാർക്കറ്റ് താഴത്തേക്ക് വീണു. ഇന്നലെ നമ്മൾ അത് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ഈ 60800 റേഞ്ച് ആയിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നത് മാർക്കറ്റ് ഈ 1 hour ഡിമാൻഡ് ഫെയിലാക്കും എന്നായിരുന്നു നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നത്. എക്സാക്റ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരും എന്നായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്. എക്സാക്റ്റ് മാർക്കറ്റ് ഇവിടുന്ന് ഫോളോ ആയി. മാർക്കറ്റ് ഈ 1 hour ഡിമാൻഡിലെ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും, 1 hour ഈ ഡിമാൻഡ് തൊട്ട് താഴെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തു. ബട്ട് അതിന് തൊട്ട് താഴെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നതിന് പകരം മാർക്കറ്റ് അവിടെ നിന്ന് ഒരു പുൾ ബാക്ക്, 1 hour ഡിമാൻഡ് റെസ്പെക്ട് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് മാർക്കറ്റ് തന്നിരുന്നു. സ്റ്റിൽ നമ്മുടെ വ്യൂ മാർക്കറ്റ് താഴത്തേക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു റേഞ്ചിൽ, നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ് ബേസ് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു എൻട്രി ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. എസ് എൽ അത്യാവശ്യം ഇതിന് മുകളിൽ കുറച്ച് ബഫർ ചെയ്താണ് നമ്മൾ എസ് എൽ കീപ്പ് ചെയ്യുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ അഗ്രസീവായിട്ട് ചെറിയ ബൈയിങ് ഓൾറെഡി മാർക്കറ്റ് തന്നു. നമ്മളെ എസ് എൽ ഓൾറെഡി നമ്മുടെ എസ് എൽ ടേക്ക് ചെയ്തു. ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മളിന്ന് കുറച്ച് ഫണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എക്സാക്റ്റ് നമ്മളിവിടെ എസ് എൽ ടേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് താഴത്തേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ നമ്മുടെ വ്യൂ ബെയറിഷാണ്. നമ്മൾ ഈ റേഞ്ച് വരെ മാർക്കറ്റ് 58,897 റേഞ്ച് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഓൾറെഡി മാർക്കറ്റ് ഇനി ഇത് റെസ്പെക്ട് ചെയ്യുന്നതിന് പകരം ഇവിടുന്ന് താഴത്തേക്ക് ഫോളോ ആവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി നമ്മുടെ വ്യൂ ബെയറിഷാണ്. സ്റ്റിൽ മാർക്കറ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ പക്ഷേ സേഫായിട്ട് ഈ ലിക്വിഡിറ്റി വരെ മാത്രമേ ടാർഗറ്റ് വെച്ചിരുന്നുള്ളൂ. ബട്ട് എന്നിരുന്നാലും നമുക്ക് എസ് എൽ സംഭവിച്ചു. നമ്മൾ ഓൾറെഡി 2 ട്രേഡ്സ്, നമുക്ക് 2 പ്ലാൻസ് ഉണ്ടായിരുന്നു ഓൾറെഡി. ഇത് എസ് എൽ ആയാലും നമുക്കൊരു രണ്ടാമതൊരു പ്ലാൻ നമ്മൾ എടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തേറിയത്തിൽ ഓൾറെഡി ട്രേഡ്സ് നോക്കിയിരുന്നു. സ്റ്റിൽ നമ്മൾ ഇവിടെ നിന്നാണ് ഓൾറെഡി ട്രേഡ്സ് നോക്കിയത്. എസ് എൽ നമ്മൾ ഈ ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ എസ് എൽ ചെയ്യുന്നത്. എക്സാക്റ്റ് മാർക്കറ്റ് നമ്മുടെ എസ് എൽ ടേക്ക് ചെയ്തിട്ടില്ല. അതിന് തൊട്ട് താഴെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്താണ് ഈ പറഞ്ഞ BTC ഉണ്ടാക്കിയിരിക്കുന്ന എസ് എൽ ഇവിടെ ഓൾറെഡി കവർ ആകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ പ്രോഫിറ്റ് ഓൾറെഡി ഈ ഒരു റേഞ്ചിൽ ഓൾറെഡി കിട്ടുന്നതുമാണ്. സ്റ്റിൽ നമ്മളിത് ഹോൾഡിങ് തന്നെയാണ്. ഈ BTC SL ആയെങ്കിലും നമുക്ക് എതേറിയം ഹോൾഡിംഗ് ആണ്. ഇന്നത്തെ ഈ ഒരു ലോസ് ഇവിടെ ഇത് പ്രോഫിറ്റ് ആയാൽ നമുക്ക് ഇന്നത്തെ ഒരു ലോസ് കവറാവും. ഓൾറെഡി നമ്മൾ 2 ട്രേഡ്സിലും സെയിം റിസ്ക് തന്നെയാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടാർഗറ്റ് കിട്ടിയാൽ നമ്മൾ സ്റ്റിൽ ഇന്ന് സേഫാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 2 ട്രേഡ്സ് ഉണ്ടായിരുന്നത്. നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്. സ്റ്റിൽ നമ്മുടെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള വ്യൂ ബെയറിഷ് ആണ്. ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റ് നാളെ എങ്ങനെ മൂവ് ചെയ്യുമെന്നും, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ വർക്കൗട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ഫെയിൽഡാണോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. സ്റ്റിൽ നമുക്കത് വെയിറ്റ് ചെയ്യാം. നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.